പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതിലെ അടുത്ത ടോപ്പിക്കാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇതിൽ 3 ടോപ്പിക്കാണുള്ളത്. 1 കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, 2 റിലേഷൻ, 3 ഫങ്ഷൻ. അതിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് റിലേഷൻസ് എന്ന ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നമ്മൾ പ്രധാനമായും എന്തായിരുന്നു പഠിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് റിലേഷൻ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നമ്മൾ പഠിച്ചിരുന്നത് വാട്ട് യു മീൻ ബൈ എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ഹൗ ക്യാൻ വി റെപ്രസെന്റ് ഇറ്റ്, ഓൾസോ ഹൗ മെനി എലമെന്റ്സ് ആർ ദർ ഇൻ എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. ഈ 3 കാര്യങ്ങളും തുടർന്ന് ഇങ്ങോട്ടും നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. മറന്നുപോയവര് ബുക്ക് മറിച്ചു നോക്കി ഒന്നും കൂടി ഓർമ്മ പുതുക്കുക. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻസ് എന്ന ടോപ്പിക്കാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും റിലേഷനും ഫംഗ്ഷനും ഒരമ്മ പെറ്റ മക്കളാണ്. ചില സവിശേഷതകളിൽ മാറ്റമുണ്ടെന്ന് മാത്രം. നമ്മുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നുള്ള ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആരുടെ കഥയായിരുന്നു അത്? ടോമിന്റെ കഥ. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഈ ടോമിന്റെ യഥാർത്ഥത്തിലുള്ള പേര് കാർത്തിക് എന്നാണ് കേട്ടോ. ടോം എന്ന് അവനെ വീട്ടിൽ വിളിക്കുന്നതാണ്. ശരിക്കുമുള്ള പേര് കാർത്തിക് എന്നാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ തിരുത്തി പറയുകയാണ്. അപ്പോൾ നമ്മള് ടോമിനെ ഇനി മുതൽ ടോം എന്ന് വിളിക്കില്ല, കാർത്തിക് എന്നായിരിക്കും പേര് ഇട്ടിരിക്കുക. അപ്പൊ നമ്മള് കാർത്തിക്കിന്റെ ഡ്രസ്, ഓരോ ദിവസവും കാർത്തിക് ധരിച്ച ഡ്രസ്സുകള്, കാർത്തിക്കിന്റെ ഡ്രസ് കളക്ഷൻസ് ആണ് നമ്മള് കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സില് പറഞ്ഞിരുന്നത്. അപ്പൊ കാർത്തിക്കിന്റെ ഡ്രസ്സിനെ ബേസ് ചെയ്താണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന ഡെഫിനിഷൻ പഠിച്ചത്. ഈ കാർത്തിക്കും രാഹുലും ഫൈസലും ട്രിപ്ലെറ്റ്സ് ആണ്. ട്രിപ്ലെറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഒരമ്മ പെറ്റ മക്കളാണ്. അപ്പൊ കാർത്തിക്കിന് നമ്മളത് കണ്ടിരുന്നു. 5 ഷർട്ടും 4 പാന്റുമുണ്ട്. കാർത്തിക്കിന് ഡ്രസ് സെൻസ് ഇല്ല. ദെയർഫോർ കാർത്തിക് എങ്ങനെയായിരുന്നു ഡ്രസ് ധരിച്ചിരുന്നത്? ഏത് ഷർട്ടും ഏത് പാന്റിന്റെ കൂടെ വേണേലും ധരിക്കും. അതാണ് കാർത്തിക്കിന്റെ ഡ്രസ് കളക്ഷൻ. പക്ഷേ കാർത്തിക്കിന്റെ ഇരട്ട സഹോദരൻ എന്ന് പറയത്തില്ല അല്ലെ? ഒക്കെ സഹോദരരായ രാഹുലിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഫൈസലിനെയും പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ രാഹുലിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ ആദ്യം കാർത്തിക്കിന്റെ പ്രത്യേകത പഠിച്ചു. അടുത്തത് രാഹുലിന്റെ പ്രത്യേകതയാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുല് കാർത്തിക്കിന്റെ അത്രയും മോശമല്ല. കാർത്തിക്കിന് യാതൊരു ഡ്രസ് സെൻസും ഇല്ല, എല്ലാം കോമ്പിനേഷൻ എടുക്കും. പക്ഷെ രാഹുൽ അത്യാവശ്യം മാച്ച് ചെയ്യുന്ന ഡ്രസ്സുകൾ മാത്രമേ ധരിക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കാർത്തിക്കിനും രാഹുലിനും ഫൈസലിനും ഇവർക്കെല്ലാം ഡ്രസ്സ് അതുപോ പേരൻസ് ഒരേപോലെ തന്നെയാണ് എടുത്തു കൊടുക്കാറ്. അപ്പൊ അവരുടെ ഡ്രസ് കളക്ഷൻ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് രാഹുലിന്റെ ഡ്രസ്സാണ് കാണാൻ പോകുന്നത്. രാഹുലിന്റെ ഡ്രസ്സിന്റെ പ്രത്യേകതകളാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ നമുക്കത് നോക്കാം. ഇപ്പൊ നമ്മള് കാർത്തിക്കിന്റെ വസ്ത്രങ്ങൾ ഡ്രസ്സ് ഒന്നും കൂടി ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. കാർത്തിക്കിന്റെ സ്പെല്ലിംഗ് ഞാൻ എന്റേതായ രീതിയിൽ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാർത്തിക്കിന്റെ സ്പെല്ലിംഗ് അല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. CARTHIK എന്നുള്ളതാണ് കാർത്തിക്കിന്റെ ഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. A എന്നുള്ളത് ഷർട്ടിന്റെ സെറ്റും B എന്നുള്ളത് പാന്റിന്റെ ഷർട്ടും സെറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ കാർത്തിക്കിന്റെ ഡ്രസ് കളക്ഷനെ നമുക്ക് എങ്ങനെയാക്കാം? A ക്രോസ് B. അവർ തമ്മിൽ ഷർട്ടും പാന്റും കൂടെ ക്രോസ് ചെയ്തതിനെ A ക്രോസ് B എന്ന് വിളിച്ചു. അതിനെ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാണ് പേര് വിളിച്ചിരിക്കുന്നത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു നമ്മൾ കണ്ടു. A എന്ന സെറ്റിലുള്ള ഏത് എലമെന്റ്സും B എന്ന സെറ്റിലുള്ള ഏത് എലമെന്റ്സുമായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന സെറ്റ്. ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? എയിലെ എലമെന്റ്സ് ഇൻറ്റു ബിയിലെ എലമെന്റ്സ്.
ഇവിടെ 20 എലമെന്റ്സ് ഉണ്ടാവും എ ക്രോസ് ബി എന്ന സെറ്റിൽ. അതായത് കാർത്തിക്കിന് 20 ഡ്രസ്സുകൾ ഉണ്ടെന്ന് പറയാം. അതിനെ കാർത്തിക്കിന്റെ നമ്മൾ റോസ്റ്റർ ഫോമിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതിനെ കാർട്ടീഷ്യൻ ഫോമിൽ കൂടി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം. കാർട്ടീഷ്യൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡേർഡ് പെയർ SP, കാരണം ഇതിനകത്തുള്ള എലമെന്റ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സെറ്റാണെന്ന് നമുക്കറിയാം. സെറ്റിലുള്ള എലമെന്റ്സുകളെല്ലാം ഇവിടെ ഓർഡേർഡ് പെയറുകളാണ്. അതുകൊണ്ട് നമ്മൾ ഓർഡേർഡ് പെയർ ആയിട്ട് വേണം സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിൽ ഓർഡേർഡ് പെയർ SP സച്ച് ദാറ്റ് S, ഇവിടെ വേറെ ഒരു നിബന്ധനയില്ല. എ ക്രോസ് ബിയിലെ എലമെന്റ് ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സച്ച് ദാറ്റ് ഫസ്റ്റ് എലമെന്റ് ഒന്നാമത്തെ സെറ്റിൽ നിന്നെടുക്കണം, സെക്കൻഡ് എലമെന്റ് രണ്ടാമത്തെ സെറ്റിൽ നിന്നെടുക്കണം. ആ ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ പഠിച്ച കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നുള്ള ടോപ്പിക് ഇത്രയാണ്. നമ്മള് രാഹുലിലേക്ക് വരിക. രാഹുലിന് ഞാൻ പറഞ്ഞിരുന്നു, രാഹുലിന് അത്യാവശ്യം ഡ്രസ് സെൻസ് ഉണ്ട്. കാർത്തിക്കിനെ പോലെ ഏതും ഏതിനോടും കോമ്പിനേഷൻ ഉണ്ടാക്കി 20 ഡ്രസ്, ഒരുപാട് ഡ്രസ് വേണമെന്നൊന്നുമില്ല. കാർത്തിക്കിന് ഉള്ളത് അത്യാവശ്യം മാച്ചിങ് ആയിട്ട് തന്നെ വേണമെന്നുണ്ട്. അപ്പം കാർത്തിക് ഡ്രസ് ധരിക്കുന്നത് മാച്ചിങ് എന്ന ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടേ ഉള്ളൂ. കാർത്തിക് അത്യാവശ്യം മാച്ചിങ് നോക്കും. ഇപ്പൊ S1 ഒന്നാമത്തെ ഷർട്ട് നോക്കി, അത് P2 എന്ന പാന്റിനോട് മാച്ചിങ് ആണെന്ന് മനസ്സിലായി. ഓൾസോ ഒന്നാമത്തെ ഷർട്ട് ഒന്നാമത്തെ വേറെ ഒന്നിനോട് മാച്ചിങ് ഇല്ല. രണ്ടാമത്തെ ഷർട്ട് എടുത്ത് നോക്കി, അത് മാച്ചിങ് ഉള്ളതെല്ലാം ഇവിടെ ആദ്യം തന്നെ നോക്കി വെച്ചു കാർത്തിക്. ഇപ്പൊ രണ്ടാമത്തെ ഷർട്ട് P4നോട് മാച്ചിങ് ആണെന്ന് മനസ്സിലായി. പിന്നെ നോക്കിയപ്പോ ഉണ്ട് ഈ രണ്ടാമത്തെ ഷർട്ട് P1നും മാച്ചിങ് ആവും. ഒരു ഷർട്ട് തന്നെ രണ്ട് പാന്റിന് ഇടാൻ പറ്റുമല്ലോ. P1നും മാച്ചിങ് ആണെന്ന് മനസ്സിലായി, അത് മാച്ച് ചെയ്ത് വെച്ചു. മൂന്നാമത്തെ ഷർട്ട് മൂന്നാമത്തെ പാന്റും മാച്ചിങ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു. ഇനി നാലാമത്തെ ഷർട്ട് P4ന് മാച്ചിങ് ആണെന്ന് നോക്കിയതുകൊണ്ട് അത് P4 ഒരുമിച്ചെടുത്തതായതുകൊണ്ട് അത് P4 തന്നെ കൊടുത്തു. അഞ്ചാമത്തെ ഷർട്ടിന് ഇവിടെ നോക്കിയപ്പോ മാച്ചിങ് ആയിട്ടുള്ള പാന്റ് ഇല്ല. അതുകൊണ്ട് അഞ്ചാമത്തെ ഷർട്ട് രാഹുല് ഉപയോഗിക്കാറില്ല. നമ്മളിപ്പോ രാഹുലിന്റെ കാര്യമാണ് പറയുന്നത്. രാഹുലിന്റെ ഡ്രസ്സ്, രാഹുല് അത്യാവശ്യം മാച്ചിങ് നോക്കി മാത്രമേ ഡ്രസ്സ് ധരിക്കുള്ളൂ. ഏതും ഏതിന്റെ കൂടെയും മാച്ച് ചെയ്യല. അതുകൊണ്ട് ആദ്യം നമ്മൾ മാച്ചിങ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം. മാച്ചിങ് എന്ന ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് മാത്രമേ രാഹുലിന്റെ ഡ്രസ്സ് ധരിക്കുള്ളൂ. ഇപ്പൊ രാഹുലിന്റെ ഡ്രസ്സ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ. രാഹുലിന്റെ ഷർട്ട് ഏത്? ഒന്നാമത്തെ S1 എന്ന ഷർട്ട്, അതിന്റെ പാന്റ് P2, പിന്നെ S1 വേറെ പാന്റിന്റെ കൂടെ ഇടുന്നില്ല. അപ്പൊ S1 എന്നുള്ളത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഇടുന്നുള്ളൂ. അടുത്തത് S2 എന്ന ഷർട്ട് എടുക്കുക. അതിന്റെ പാന്റുകൾ ഏതൊക്കെയാണ്? P1 എന്നുള്ള പാന്റിന്റെ കൂടെ അത് ഉപയോഗിക്കാം. S2 എന്നുള്ളത് രാഹുല് P4ന്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് S3 എന്ന ഷർട്ട് എടുത്തു. ഉള്ളതെല്ലാം എല്ലാ കോമ്പിനേഷൻ എല്ലാം നോക്കി എഴുതണം കേട്ടോ. P3 എന്ന പാന്റിന്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പൊ S4 ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. S4 P4 എന്ന പാന്റിന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി S5 എന്നുള്ള ഷർട്ടിന് മാച്ചിങ് പാന്റ് ഇല്ലാത്തതുകൊണ്ട് രാഹുൽ ഉപയോഗിക്കാറില്ല. അപ്പൊ ഇത്രയുമാണ് രാഹുലിന്റെ ഡ്രസ്സുകൾ. ഓക്കെ, ഇത് കാര്യം ഓർക്കണം. ഇവിടെ രാഹുലിനും കാർത്തിക്കിനും കൂടെ കോമൺ ആണ് ഷർട്ടും പാന്റും കേട്ടോ. കാർത്തിക് അതിന്റെ അകത്ത് ഏത് വേണേലും ഇട്ടുകൊണ്ട് പോകും. രാഹുൽ പക്ഷെ ഏതും ഇതിനകത്ത് എടുക്കുകയില്ല. സെയിം തന്നെയാണ്. അതിന്റെ അകത്ത് രാഹുൽ മാച്ചിങ് നോക്കി എടുക്കുന്നു മാത്രം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇപ്പൊ കിട്ടിയ സാധനത്തിന്റെ പേരെന്താണ്? ദ കളക്ഷൻ ഓഫ് ഡ്രസ് ഓഫ് രാഹുൽ അല്ലെ? രാഹുലിന്റെ ഡ്രസ്സിന്റെ കളക്ഷൻ. അപ്പൊ അതൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. രാഹുലിന്റെ ഡ്രസ്സുകൾ എന്ന വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മുടെ തിയറി പ്രകാരം ഇതിനെയും നമുക്ക് എന്തെന്ന് തന്നെ വിളിക്കാം? ഇതും എന്ത് തന്നെയാണ്? ഒരു സെറ്റ് തന്നെയാണ്. നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടല്ലോ ഞാൻ പറയുന്നതിന്റെ കൂടെ അല്ല. അപ്പൊ രാഹുലിന്റെ ഡ്രസ്സുകൾ എന്നതും ഒരു സെറ്റാണ്. അപ്പോൾ ഈ സെറ്റ്, രാഹുലിന്റെ ഡ്രസ് എന്ന സെറ്റും നമ്മളിവിടെ ആദ്യം എഴുതിയിരിക്കുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന സെറ്റും, ഇനി നമ്മളിത് കാർത്തിക് എന്ന് പറയുന്നില്ല, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന സെറ്റ് ഇവിടെയുണ്ട്. ഇവിടെ രാഹുലിന്റെ ഡ്രസ്സുകൾ എന്ന സെറ്റ് വേറെ ഒരു സെറ്റ് ഉണ്ട്. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? എന്താണ് ബന്ധം? ഓക്കെ, രാഹുലിന്റെ ഡ്രസ്സുകള് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സെറ്റിന്റെ ഒരു സബ്സെറ്റാണ്.
ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ ഈ എലമെന്റ്സ് എല്ലാം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലുണ്ട്. നമുക്ക് നോക്കി S1P2 എന്ന് പറഞ്ഞത് ഇവിടെയുണ്ട്, S2P1 എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, S2P4 എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, S3P3 എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, S4P4 എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. ഈ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. സെയിം എ ക്രോസ് ബിനെ ക്രോസ് ചെയ്ത് അതിൽ നിന്ന് മാച്ചിങ് എന്ന റിലേഷനെ ബേസ് ചെയ്ത് നമ്മൾ എഴുതിയ പുതിയൊരു സെറ്റാണിത്. അപ്പൊ ഈ സെറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ സെറ്റിനെ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാണ് വിളിച്ചത്. അപ്പൊ ഈ സെറ്റിനെ നമ്മൾ എന്തെന്നായിരിക്കും വിളിക്കുക? ഈ സെറ്റ് നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കിയത്? വെറുതെ ഉണ്ടാക്കിയതാണോ? ഈ സെറ്റിൽ നിന്ന് കുറച്ച് എലമെന്റ്സ് ഇങ്ങോട്ട് പറക്കി എഴുതിയതാണോ? ഇപ്പൊ കുറച്ച് എലമെന്റ്സ് പറക്കി എഴുതുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? അതിലുള്ള എലമെന്റ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പുതിയ സെറ്റിന്റെ പേര് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്സെറ്റ്. അതുകൊണ്ട് നമുക്കിപ്പോ കിട്ടിയ പുതിയ സെറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ്, ആരുടെ സബ്സെറ്റ് ആണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് മുഴുവൻ ഞാൻ എഴുതാൻ നിൽക്കുന്നില്ല. ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. ഈ സബ്സെറ്റ് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? രാഹുലിന്റെ ട്രസ് എന്ന് പറയുന്നത് ഇതൊരു സെറ്റാണ്. ഓൾസോ നമുക്ക് അതിനെപ്പറ്റി എന്തും കൂടി അറിയാം. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് കൂടി അറിയാം. ഈ സബ്സെറ്റ് നമ്മൾ വെറുതെ പറക്കി എഴുതിയതാണോ? അല്ല. ഈ സെറ്റ് നമ്മൾ എഴുതാൻ നമുക്ക് ഒരു ക്രൈറ്റീരിയയെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സെറ്റ് എഴുതിയത്. എന്തായിരുന്നു നമ്മൾ യൂസ് ചെയ്ത ക്രൈറ്റീരിയ? മാച്ചിങ് ഷർട്ടും മാച്ചിങ് പാന്റും എന്ന ക്രൈറ്റീരിയ, മാച്ചിങ് എന്ന ഒരു റിലേഷനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സെറ്റിനെ എഴുതിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു സെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സെറ്റ് ആണെങ്കിൽ നമുക്കിത് ഈ ഫോമിന്റെ പേരെന്താണ്? സെറ്റിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോമിന്റെ പേരെന്താണ്? റോസ്റ്റർ ഫോം. നമ്മൾ ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന്റെ, രാഹുലിന്റെ ഡ്രസ് എന്ന ഈ സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സെറ്റ് ബിൽഡർ ഫോം ഇതാണ് കാർത്തികിന്റെ ഡ്രസ്സിന്റെ സെറ്റ് ബിൽഡർ ഫോം. അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ ഡ്രസ്സിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്തായിരിക്കും? ഇവിടെയും എലമെന്റ്സ് എന്ത് തന്നെയാണ്? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ അതിന്റെ ടിപ്പിക്കൽ എലമെന്റ് തന്നെയാണ് നമ്മൾ എഴുതാറുള്ളൂ. ഇതിലെ ഫോം ഏത് തന്നെയാണ്? ഓർഡേർഡ് പെയറുകൾ തന്നെയാണ് അല്ലെ? ഇതിന്റെ സബ്സെറ്റ് ആണല്ലോ. അപ്പൊ ഇതിലെ എലമെന്റ്സും ഓർഡേർഡ് പെയറുകൾ തന്നെയാണ്. SP എന്ന ഓർഡേർഡ് പെയർ ആണ്. സച്ച് ദാറ്റ് ഇവിടെ SP തന്നെയാണ്. ഇവിടെ നമ്മൾ എന്ത് എഴുതി? S belongs to S, A, P belongs to B എന്ന് എഴുതി. അത്ര എഴുതിയാൽ മതിയോ? ഇവിടെ S belongs to A and P belongs to B. ഷർട്ട് A എന്ന ബാഗിൽ നിന്നും പാന്റ് B എന്ന ബാഗിൽ നിന്നും എടുത്തു എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ആയോ? ആകുകയില്ല. അങ്ങനെ ഈ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അല്ല നമ്മൾ എടുത്തത്. അങ്ങനെ എല്ലാം കൂടെ എടുത്തിട്ടുമില്ല. ഇപ്പൊ നമ്മൾ ഇത് എടുക്കാൻ എന്തുപയോഗിച്ചിട്ടുണ്ട്? നമ്മളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ സെറ്റ് എഴുതാൻ നമ്മൾ ഉപയോഗിച്ച റിലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതണം. എന്തെങ്കിൽ മാത്രമേ ഈ കറക്റ്റ് സെറ്റ്, ഈ സെറ്റ് ബിൽഡർ ഫോമിന്റെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഈ കൃത്യ സെറ്റ് കിട്ടണം. നമ്മൾ ഇത്രയും മാത്രം എഴുതിയത് കൊണ്ട് മതിയാവില്ല എന്നൊക്കെ മനസ്സിലായി. ഇത്രയും മാത്രം എഴുതിയാൽ അത് ഈ സെറ്റായിട്ട് മാറും. നമുക്ക് വേണ്ടത് ഈ സെറ്റാണ് അല്ലെ? ഇപ്പൊ ഈ സെറ്റ് എന്താ ക്രൈറ്റീരിയ പറഞ്ഞു? ഷർട്ട് അതായത് S മാച്ചസ് P. ഷർട്ട് മാച്ചസ് P, മാച്ചസ് ടു P. ടൂവും കൂടെ എഴുതിക്കോ വേണമെങ്കിൽ. ഷർട്ട് മാച്ചസ് ടു P. പാന്റിന് മാച്ച് ചെയ്യുന്ന ഷർട്ടുകൾ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് A എന്ന ബോക്സിൽ നിന്നാണ് S എടുത്തിരിക്കുന്നത്, B എന്ന ബോക്സിൽ നിന്നാണ് പാന്റ് എടുത്തിരിക്കുന്നത്. അതിലൊന്നും മാറ്റമില്ല. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ക്രൈറ്റീരിയ ഇതിനേക്കാളും ഇവിടെ യൂസ് ചെയ്തു. അതായത് ഒരു റിലേഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത റിലേഷൻ എന്താണെന്ന് നമ്മൾ ഇതിനിടയ്ക്ക് എഴുതി കാണിക്കണം. S മാച്ചസ് ടു P. എസും പിയും മാച്ചിങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാച്ചിങ് ആയിട്ടുണ്ടാക്കിയ ഒരു സെറ്റാണിത്. അങ്ങനെ കിട്ടിയ ഈ സെറ്റ് ഇങ്ങനെ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നമ്മള് എസും പിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, മാച്ചിങ് എന്നൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ ബേസ് ചെയ്തുണ്ടാക്കിയ പുതിയ സെറ്റാണിത്. അതുകൊണ്ട് നമ്മൾ ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? പറഞ്ഞോ, ഇപ്പൊ കിട്ടിയില്ലേ? പേരിനെ വിളിക്കുന്ന പേരാണ്
റിലേഷൻ. ഇതിന്റെ പേരാണ് റിലേഷൻ. റിലേഷനെ നമ്മള് റിലേഷൻ മുഴുവൻ എഴുതുകയില്ല. ഇതിന് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് വിളിച്ചു. കാർത്തിക്കിന്റെ ഡ്രസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് വിളിച്ചു. അതിന് A ക്രോസ് B എന്നാണ് നൊട്ടേഷൻ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ റിലേഷന് നമ്മൾ കൊടുക്കുന്ന പേരെന്തായിരിക്കും? ആർ. വെരി ഗുഡ്. നമ്മൾ കൊടുക്കുന്ന പേരാണ് ആർ. ഇനി മുതൽ നമ്മൾ രാഹുലിന്റെ ഡ്രസ് എന്നല്ല ഞാൻ മാറ്റുന്നത്. ഇതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക? റിലേഷൻ. റിലേഷൻ എന്ന സെറ്റിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സെറ്റാണ്. എന്ത് സെറ്റാണ്? അതൊരു സബ്സെറ്റ് ആണ്. ആരുടെ സബ്സെറ്റ് ആണ്? A ക്രോസ് B യുടെ ഒരു സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. രാഹുലിന്റെ നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് നമ്മൾ എന്തെന്ന് പറയും? ഡ്രസ് ഓഫ് രാഹുൽ എന്ന് പറയുന്നു മാത്രം. റൊട്ടേഷൻ ക്യാപിറ്റൽ ആർ. ദിസ് ഈസ് നോൺ ആസ് റിലേഷൻ. ഇപ്പൊ റിലേഷന്റെ ഇത് റിലേഷൻ നമ്മളിവിടെ പറഞ്ഞ റിലേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. റിലേഷൻ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. റിലേഷനെ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോമിൽ എഴുതാം, ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓർഡേർഡ് പെയറായിട്ട് തന്നെ വേണം എഴുതാൻ. അതിൽ ഓർഡേർഡ് പെയറിലെ എലമെന്റ്സ് എടുക്കുന്ന സെറ്റ് ഏതാണെന്ന് എഴുതണം. അതിന് നടുക്ക് എന്താ എഴുതി കൊടുക്കണം? ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഇവിടെ എഴുതണം. ഇത് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരായി പോകും? ഇത് ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് പോകും. മുഴുവൻ എലമെന്റ്സ് എടുത്ത് എഴുതേണ്ടി വരും. ഈ റിലേഷൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ റിലേഷനിൽ പെട്ടവരെ മാത്രമേ നമുക്ക് എടുത്ത് എഴുതേണ്ട ആവശ്യം ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു? വാട്ട് ഈസ് എ റിലേഷൻ? ക്യാൻ യു ഡിഫൈൻ എ റിലേഷൻ നൗ? റിലേഷൻ ഈസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിലേഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. റിലേഷൻ ഫ്രം എ സെറ്റ് A to B ഈസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് B. റിലേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് B. റിലേഷൻ പഠിച്ചോ? അതിന്റെ നൊട്ടേഷൻ എന്താണ്? ക്യാപിറ്റൽ. റിലേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. സെറ്റിനെ നമ്മൾ എപ്പോഴും ഓരോ ലെറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റിലേഷൻ എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ആണ്. അതുകൊണ്ട് ഇതിന്റെ സാധാരണ സെറ്റുകൾക്ക് നമുക്കൊരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഇല്ല. എയോ ബിയോ പിയോ ക്യൂയോ നമുക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻസ് സാധാരണ സെറ്റുകൾക്ക് ഉപയോഗിക്കാം. പക്ഷെ റിലേഷൻ എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ, ആ സെറ്റിന്റെ റിലേഷൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ഏത് തന്നെ ആയിരിക്കണം? ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ എന്ന് കണ്ടാൽ നമ്മൾ ക്യാപിറ്റൽ ആർ എന്നുള്ളത് റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കും. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ക്യാപിറ്റൽ ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് അതിനെ നമ്മൾ രണ്ടും കൂടെ വരുന്ന കേസിൽ ക്യാപിറ്റൽ ആർ, റിയൽ നമ്പേഴ്സ് ക്യാപിറ്റൽ ആറിനെ ശരിക്കും ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെറും ആർ ഇങ്ങനെ കണ്ടാൽ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന കേസ് വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവരിത് പ്രത്യേകം പറയും, റിയൽ നമ്പേഴ്സ് പ്രത്യേകം പറയും. ഇത് വെറും ആർ. ഈ റിലേഷനെ ഞാൻ റെപ്രസെന്റ് ചെയ്ത് 3 രീതിയിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു 3 രീതി? കണ്ടോ നിങ്ങള്? ഒരു റിലേഷൻ നമ്മുടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. റിലേഷൻ എന്താണെന്ന് പഠിക്കണം, അതിന്റെ റെപ്രസെന്റേഷൻ എന്താണെന്ന് പഠിക്കണം. അതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തേത് ഏതാണ്? ഇതാണോ നമ്മൾ ആദ്യം എഴുതിയത്? റിലേഷന്റെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊണ്ട് എഴുതിയത് ഇതാണോ? അല്ലെ ഇതാണോ? ഇത് രണ്ടുമല്ല. നമ്മൾ ആദ്യം എഴുതിയത് ഏതാണ്? ഇതാണ് നമ്മൾ ആദ്യം എഴുതിയത് അല്ലെ? ഷർട്ടിന്റെ ബോക്സ്, പാന്റിന്റെ ബോക്സ്. ഇവിടെ നിന്നാണ് നമ്മൾ മാച്ചിങ് വരച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ആദ്യത്തെ ഈ ബോക്സിനെ ഞാൻ ഈ ബോക്സ് ആയിട്ട് വരയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ ബോക്സിന്റെ ഷേപ്പ് കൊടുത്താണ്. ശരിക്കും നമ്മൾ ബോക്സ് ആയിട്ടല്ല ഇതിനെ വരയ്ക്കുന്നത്. നമ്മൾ ഇതിനെ ഇങ്ങനെ വേറെ ഞാൻ വരച്ചു കാണിക്കാം. ബോക്സ് ആയിട്ടല്ല, ഇത് സർക്കിൾ ആയിട്ടാണ്, എലിപ്സിന്റെ ഷേപ്പിലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് മറ്റൊരു സെറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അത് ഞാൻ പറയാൻ മറന്നുപോയിരുന്നു. സെറ്റിനെ നമുക്ക് 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ? ഒന്ന്, ഇത് സെറ്റാണ്, അപ്പൊ സെറ്റിന് 3 റെപ്രസെന്റേഷൻ ഉണ്ട്. ഒന്ന് റോസ്റ്റർ ഫോം, 2 സെറ്റ് ബിൽഡർ ഫോം, ഒന്ന് അതിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ഉണ്ട്. സെറ്റിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ഏതായിരുന്നു? വെൻ ഡയഗ്രം. അതേപോലെ റിലേഷൻ എന്നതും ഒരു സെറ്റാണ്. അതുകൊണ്ട് ഈ സെറ്റിനും ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ഉണ്ട്.
അതിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഇത്. ഇതിന്റെ പേരെന്താണെന്നറിയാവോ? വിഷ്വൽ റെപ്രസെന്റേഷൻ നമുക്ക് എളുപ്പത്തിൽ തിരിയും. ഇതിനേക്കാളെല്ലാം പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകുന്നത് ഇതാണ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻ. ഈ സെറ്റിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പേരാണ്, ട്യൂഷന് പോയവർക്കൊക്കെ അറിയുന്നുണ്ടാവും, അതിന്റെ പേരാണ് ആരോ ഡയഗ്രം. അപ്പോ ഒരു റിലേഷനെ നമ്മൾ 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഒന്ന്, ആരോ ഡയഗ്രം യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. 2, റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. 3, അതിന്റെ ഡെഫിനിഷനായ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. വളരെ പതുക്കെയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ റിലേഷൻ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ റിലേഷനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടിയേ ഉള്ളൂ. നമ്മളിവിടെ ഒരു റിലേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, രാഹുലിന്റെ ഡ്രസ് എന്ന റിലേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെ ഷർട്ടുകളെല്ലാം കൂടി ഇങ്ങോട്ട് ഒന്നിച്ച് കളക്ട് ചെയ്യാം. ഷർട്ടുകൾ മാത്രം കളക്ട് ചെയ്താൽ മതി. ഇത് ആരോ ഡയഗ്രം ആണ് ഈ റെപ്രസെന്റേഷൻ. ഇതിന്റെ പേരാണ് ആരോ ഡയഗ്രം. ഇതിങ്ങോട്ട് മാറ്റി എഴുതിയേക്കാം. ഷർട്ടുകളെ, രാഹുലിന്റെ ഡ്രസ്സിന്റെ ഷർട്ടുകൾ മാത്രം എടുത്തു. രാഹുൽ ധരിക്കുന്ന ഷർട്ടുകൾ, രാഹുലിന്റെ മൊത്തം ഷർട്ടുകളല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചോണം. രാഹുല് ഈ ഡ്രസ് ധരിക്കാറില്ല, രാഹുൽ ഉപയോഗിക്കുന്ന കളക്ഷനാണിത്. ഡ്രസ് എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി മുതൽ ഈ ഡ്രസ്സുകളില് ഷർട്ടുകൾ എടുക്കുക. ഒന്നാമത്തെ, ഓരോ പേരിലെയും ഒന്നാമത്തെ എലമെന്റ്. ഇപ്പൊ പേരായിട്ടല്ല, സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഒന്നാമത്തെ എലമെന്റുകളുടെ സെറ്റ് ഉണ്ടാക്കുക. S1, S2, S2 ഉണ്ട് എഴുതണ്ട, S3, S4 രാഹുൽ ഉപയോഗിക്കുന്ന ഷർട്ടുകൾ. ഇത് രാഹുലിന്റെ ഡ്രസ്സുകള്, ഇത് രാഹുൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ റിലേഷൻ എന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതി അതിൽ നിന്നും ഫസ്റ്റ് എലമെന്റ്സിനെ മാത്രം കളക്ട് ചെയ്തത്. അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ളത്. മുഴുവനും എടുക്കരുതെന്ന് മാത്രം, ഉപയോഗിക്കുന്ന സെറ്റ് മാത്രം. ഇത് ഇതുപോലെ എടുത്തെഴുതരുത്, ഇതിൽ നിന്ന് വേണം എഴുതാൻ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കി വെക്കുക. ഓക്കെ, ഈ സെറ്റിന്റെ പേരാണ്, ഇതൊരു റിലേഷനാണ്. ഈ റിലേഷനിലെ എല്ലാ എലമെന്റിന്റെയും ഫസ്റ്റ് എലമെന്റ് യോജിപ്പിച്ച് നമ്മൾ പുതിയൊരു സെറ്റ് ഉണ്ടാക്കി. ഈ സെറ്റിന്റെ പേരാണ് ഡൊമെയിൻ. ഇതിന്റെ പേരെന്താണ്? ഡൊമെയിൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലെ ഫസ്റ്റ് എലമെന്റ് കൊണ്ടുണ്ടാക്കിയ സെറ്റിന്റെ പേരാണ് ഡൊമെയിൻ. മറന്നു പോകരുത്. ഡൊമെയിൻ ഈക്വൽ ടു എ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദ ഓർഡേർഡ് പെയർസ് ഇൻ ദ റിലേഷൻ ആർ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് എലമെന്റിന് നമ്മളൊരു പേര് വിളിക്കുമല്ലോ. അതായത് രാഹുൽ ഉപയോഗിക്കുന്ന പാന്റുകൾ, രാഹുലിന്റെ പാന്റുകളല്ല, രാഹുൽ ഉപയോഗിക്കുന്ന പാന്റുകൾ യൂസ് ചെയ്യുന്നു. അതേതാണ്? ആ സെറ്റിന് നമ്മളൊരു പേര് വിളിക്കണല്ലോ. ഏതൊക്കെ പാന്റാണ് രാഹുൽ ഉപയോഗിക്കുന്നത്? P2 യൂസ് ചെയ്യുന്നുണ്ട്, P1 യൂസ് ചെയ്യുന്നുണ്ട്, P4ഉം P3യും. രാഹുൽ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, രാഹുൽ ഉപയോഗിക്കുന്ന പാന്റുകൾ, ഇവിടെ എല്ലാ പാന്റും രാഹുൽ യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും രാഹുൽ യൂസ് ചെയ്യുന്ന ഇതിനകത്തുള്ളത് മാത്രമേ, ചിലപ്പം ചില പാന്റുകൾ ടൈറ്റായി പോയത് ഉപയോഗിക്കാത്തതുണ്ടാവും. അങ്ങനെയുള്ളതാണെങ്കിൽ എടുക്കരുത്. ഇവിടെ നമ്മൾ ഇവിടെ എഴുതിയവരെ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഈ സെറ്റിനകത്തുനിന്ന് ഈ സെറ്റിലെ സെക്കൻഡ് എലമെന്റ്സിനെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു പുതിയ സെറ്റ് ഉണ്ടാക്കി. ഈ സെറ്റിന്റെ പേരാണ്, റിലേഷനിലെ സെക്കൻഡ് എലമെന്റ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സെറ്റിന്റെ പേരാണ് റേഞ്ച്. നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന പേരുകളാണ് ഇതെല്ലാം. അതെല്ലാം കൂടി നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോണം. ഡൊമെയിൻ, ഡൊമെയിൻ. ഷർട്ടാണ് മെയിൻ, അതുകൊണ്ട് ഡൊമെയിൻ. പാന്റ്, റേഞ്ച്, പാന്റിന്റെ സെറ്റുകൾ. ഈ സെറ്റിൽ നിന്ന് എടുത്തെഴുതുന്നതാണ് ഇവര്, അതിന്റെ പേര് റേഞ്ച്. ഇനി ഒരു പേരും കൂടെ നിങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ഡൊമെയിൻ എന്ന് പറഞ്ഞാല് രാഹുൽ യൂസ് ചെയ്യുന്ന ഷർട്ടുകള്, അതായത് ഇതിലെ ഫസ്റ്റ് എലമെന്റ്സ്. റേഞ്ച് എന്ന് പറഞ്ഞാല് ഇതിലെ സെക്കൻഡ് എലമെന്റ്സ്. പിന്നെ ഇവിടെ ബി എന്ന സെറ്റ് കണ്ടോ? ഇത് രാഹുലിന്റെ മൊത്തം പാന്റുകളുടെ സെറ്റാണ്, മൊത്തം പാന്റുകളുടെ സെറ്റ്. ഈ സെറ്റിന്റെ പേരാണ് കോഡൊമെയിൻ. അപ്പൊ നമ്മൾ പുതിയൊരു പേരും കൂടെ അഡീഷണൽ ആയിട്ട് പഠിച്ചു. എന്താണ്? കോഡൊമെയിൻ. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡൊമെയിനും റേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടുത്തെ കോഡൊമെയിൻ ആരാണ്? കോഡൊമെയിൻ ഈസ് ആ രാഹുലിന്റെ പാന്റ് ഇരിക്കുന്ന ബോക്സ്, ആ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതാണ്. പാന്റിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതാണ് കോഡൊമെയിൻ. അതിന്റെ അകത്തുനിന്ന് യൂസ് ചെയ്യുന്നവരെ മാത്രം
യൂസ് ചെയ്യപ്പെടുന്നവരെ മാത്രം പറയുന്ന പേരാണ് റേഞ്ച്. ഇനി യൂസ് ചെയ്യുന്ന ഷർട്ടുകളുടെ പേരാണ് ഡൊമെയിൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ കോഡൊമെയിൻ പേര് വിളിച്ചു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ഒരു പേര് വിളിക്കണ്ടേ? സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ്. പക്ഷെ അതിന് പേരില്ല, ആ സെറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അത് നിങ്ങൾ അടുത്ത ടോപ്പിക്കാണ്, നമ്മുടെ മെയിൻ ടോപ്പിക്. അതിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അതിന് പേരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിൽ ഇത്രയും പേരുകളെ പഠിക്കേണ്ടതുള്ളൂ. അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുവാണ്. ഇതാണ് മെയിൻ. ഇവിടെ S1 എന്നുള്ളത് ഷർട്ടാണ്, P2 എന്ന് പറയുന്നത് പാന്റാണ്. നമ്മളിത് ഷർട്ടിന്റെ ജോഡി എന്നാണ് നമ്മൾ സാധാരണയായി പറയുന്നത്. പക്ഷെ മാത്സിൽ ഇത് പറയുന്നത് ജോഡി എന്ന് പറയുകയില്ല. എന്ത് പറയും? ഇമേജ്. S1ന്റെ ഇമേജ് ആണ് P2. ഇമേജ്, ഇവരുടെ പേരാണ് ഇമേജുകൾ. അതായത് ഇവരുടെ പേരുകൾ. അതാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, ഇമേജ് സെറ്റ്. പാന്റുകളുടെ പേര് ഇമേജസ് എന്നാണ്. യൂസ് ചെയ്യുന്ന പാന്റുകളുടെ പേര്. എല്ലാ പാന്റിനെയും വിളിക്കുകയല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന പാന്റ്, ഇവിടെ എഴുതുന്ന പാന്റുകൾ. ഈ ഷർട്ടിന്റെ ഇമേജ് ആണിത്. ഇത് ഈ ഷർട്ടിന്റെ ഇമേജ്, ഇത് ഈ ഷർട്ടിന്റെ ഇമേജ്, ഇത് ഈ ഷർട്ടിന്റെ ഇമേജ്, ഇത് ഈ ഷർട്ടിന്റെ ഇമേജ്. ഇമേജ് ആയിട്ട് വരുന്ന ഇമേജുകളെ മാത്രം എടുത്ത് എഴുതുന്ന സെറ്റാണ് റേഞ്ച്. ഇമേജ് സെറ്റ് ഈസ് നോൺ ആസ് റേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ റിലേഷൻ എന്ന ടോപ്പിക്കില് പഠിക്കാനുള്ളത്. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ റിലേഷൻ എന്ന ടോപ്പിക്കാണ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തത്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണ്, വെറും സെറ്റല്ല. ആരുടെ? ഒരു സബ്സെറ്റ് ആണ്. ആരുടെ സബ്സെറ്റ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A ക്രോസ് B യുടെ സബ്സെറ്റ് ആയിട്ട് വരുന്നവരുടെ പേരാണ് റിലേഷൻ. ഇപ്പൊ റിലേഷനെ നമുക്ക് 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് വിഷ്വൽ റെപ്രസെന്റേഷൻ. സെറ്റിന് 3 റെപ്രസെന്റേഷൻ ഉള്ളതുപോലെ തന്നെ റിലേഷൻ എന്ന സെറ്റിന് 3 റെപ്രസെന്റേഷൻ ഉണ്ട്. അതിന്റെ വിഷ്വൽ റെപ്രസെന്റേഷന്റെ പേരാണ് ആരോ ഡയഗ്രം. വിഷ്വൽ റെപ്രസെന്റേഷന്റെ പേര് ആരോ ഡയഗ്രം, ഒന്നാമത്തെ റെപ്രസെന്റേഷൻ. പിന്നെ രണ്ടാമത് നമുക്ക് അതിനെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ റെപ്രസെന്റേഷൻ, റോസ്റ്റർ ഫോം. ഇനി മൂന്നാമത് അതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഡെഫിനിഷനായിട്ട് എഴുതാം. അതാണ് മൂന്നാമത്തെ ഫോം, സെറ്റ് ബിൽഡർ ഫോം. ഇപ്പൊ റിലേഷൻ എന്താണ്, അതിനെ ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 3 പേരുകളാണ്. ഡൊമെയിൻ. ഡൊമെയിൻ മെയിൻ ആയിട്ടുള്ളത്. ഡൊമെയിൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? റിലേഷൻ എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെന്റുകൾ മാത്രം എഴുതുന്ന സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡൊമെയിൻ. യൂസ് ചെയ്ത മൊത്തം ഷർട്ടുകളല്ല, യൂസ് ചെയ്യുന്ന ഷർട്ടുകൾ മാത്രം, അവിടെയാണ് നമ്മൾ റിലേഷനകത്തോട്ട് എഴുതുള്ളൂ. അതാണ് ഡൊമെയിൻ. ഷർട്ടല്ലേ മെയിൻ, ഡൊമെയിൻ. ഇനി പാന്റുകളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്? യൂസ് ചെയ്യുന്ന പാന്റുകളുടെ പേരാണ് ഇമേജസ്. യൂസ് ചെയ്യുന്ന പാന്റുകളുടെ ഇമേജസ്. ഈ ഷർട്ടിന്റെ ഇമേജ്, ഇത് ഈ ഷർട്ടിന്റെ ഇമേജ്. ഇതിന്റെ ജോഡി നമ്മൾ പറയുന്ന പോലെ ഇതിന്റെ ഇമേജുകൾ എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവരെല്ലാം ഇമേജുകളായിട്ട് വരുന്നവരാണ്. ഇമേജ് അതായത് ഈ റിലേഷൻ എന്ന സെറ്റിലെ രണ്ടാമത്തെ എലമെന്റ്സ്, ഓരോ ഓർഡേഡ് പേരിലെയും രണ്ടാമത്തെ എലമെന്റ്സുകളെല്ലാം ഇമേജുകളാണ്. ആ രണ്ടാമത്തെ എലമെന്റ്സിനെ കൂട്ടി എഴുതി നമുക്കൊരു സെറ്റ് ഉണ്ടാക്കാം. അതിന്റെ പേരാണ് റേഞ്ച്. നമ്മൾ അതിനെ മറ്റൊരു പേരിട്ട് വിളിക്കുന്നത് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇമേജ് സെറ്റ് ആണ്. ഇമേജ്, പേര് മറന്നു പോകരുത്. ഇമേജുകൾ എന്നാണ് പാന്റിനെ വിളിക്കുന്നത്. പാന്റിന്റെ സെറ്റ് എന്ന് പറയുന്ന നേരം ഇമേജ് സെറ്റ് എന്ന് പറയും. പാന്റ് സെറ്റ് ആണ് റേഞ്ച്. പക്ഷെ ഇമേജ് മാത്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇമേജ് സെറ്റ് എന്ന് വിളിക്കും. പേര് റേഞ്ച്. ഇപ്പൊ ഡൊമെയിനും റേഞ്ചും പുതുതായിട്ട് പഠിച്ച 2 പേരുകളാണ്. അതെന്താണെന്ന് നിങ്ങളുടെ തലയിൽ തറപ്പിച്ച് വെച്ചോളൂ. ഈ എക്സാമ്പിൾ കോട്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത് നമ്മൾ പഠിച്ച മറ്റൊരു പേരാണ് കോഡൊമെയിൻ. ഈ കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആരെയായിരുന്നു കോഡൊമെയിൻ എന്ന് വിളിക്കുന്നത്? ഓക്കെ, നമുക്കിവിടെ തന്ന സെറ്റ്, രണ്ടാമത്തെ സെറ്റ് ബി യെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോഡൊമെയിൻ.
അപ്പൊ ഈ എ എന്ന സെറ്റിന് മാത്രം പേരില്ല. ഓക്കെ, നമ്മള് ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ. അങ്ങനെയാണെങ്കിൽ is there any relation between codomain and range? ഉണ്ടോ? ഇപ്പൊ ഇത്രയും സിമ്പിൾ കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. കോഡൊമെയിനും റേഞ്ചും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഒന്ന് നോക്കിക്കേ. കോഡൊമെയിൻ എന്നുള്ള സെറ്റ് ഏതാ നോക്ക്. കോഡൊമെയിൻ ആയതാ P1, P2, P3, P4 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ അതേ സെറ്റ് തന്നെ വന്നുപോയി. P1, P2, P3 അത് രണ്ടും ഇവിടെ സെയിം ആണ്. കാരണം നമ്മള് രാഹുലിനുള്ള എല്ലാ പാൻറ്റും യൂസ് ചെയ്തു പോയി അല്ലെ. അപ്പൊ ഇവിടെ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണ്. പക്ഷെ എപ്പോഴും ഈക്വൽ ആയിരിക്കണം എന്നുണ്ടോ? സപ്പോസ് ഞാൻ ഇവിടെ ഒരു പാൻറ്റും കൂടി എഴുതി ചേർക്കുവാണ്. A cross B. ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമായിട്ട് എഴുതി ചേർക്കുന്നതാണ്. ഒരു P5 എന്ന് പറഞ്ഞൊരു പാൻറ്റും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ കോഡൊമെയിൻ ആരാണ്? P1, P2, P3, P4, P5. ഇത് റേഞ്ച് ആരാണ്? പക്ഷെ ഈ P5നോട് ജോഡി ഉണ്ടോ? ഇവിടെ ജോഡി ഇല്ല. ആര് P5 എന്ന പാൻറ് യൂസ് ചെയ്യുന്നില്ല, ഈ സെറ്റിലില്ല. അപ്പൊ ഇവിടുത്തെ കോഡൊമെയിൻ എന്നുള്ളത് ഇതാണ്, റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്തെങ്കിലും റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി ചേർത്തതേ ഉള്ളൂ. ഇപ്പൊ കോഡൊമെയിനും റേഞ്ചും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാവാം? ഒന്നെങ്കിൽ കോഡൊമെയിൻ തന്നെ റേഞ്ച് രണ്ടും ഈക്വൽ ആകാം. നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിളിൽ ഈക്വൽ ആയിരുന്നു. ഇനി ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എല്ലാ പ്രാവശ്യവും എല്ലാ പാൻറ്റും യൂസ് ചെയ്തുകൊള്ളണമെന്നില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ വേണേലും പറയാം, റേഞ്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. ആ ഒരു റിലേഷനും കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് റേഞ്ചിന് നൊട്ടേഷൻ ഒന്നുമില്ല കേട്ടോ. റേഞ്ച് എന്ന് പറയുമ്പോൾ റേഞ്ച് തന്നെയാണ്. റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ്. റേഞ്ച് എന്ന് പറയുന്നത് യൂസ് ചെയ്ത ഇമേജ് സെറ്റാണ്. എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന പാൻറ്റുകളുടെ സെറ്റാണ്. യൂസ് ചെയ്യുന്ന പാൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഉള്ള മുഴുവൻ പാൻറ്റും ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ള മുഴുവൻ പേരുടെയും പേരാണ് കോഡൊമെയിൻ. ഇത്രയും പാൻറ് ഉണ്ടെന്ന് നമുക്ക് ഗമ പറയാം, കോഡൊമെയിൻ. പക്ഷെ യൂസ് ചെയ്യുന്നത് ഒരു സെറ്റാണ് റേഞ്ച്. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് റിലേഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ. ഇതൊക്കെ മെയിൻ ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിന്റെ സെറ്റ് ബിൽഡർ ഫോം തരും. ഇത് റിലേഷന്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് നിങ്ങളോട് അതിന്റെ റോസ്റ്റർ ഫോം എഴുതുക, അതിന്റെ ഡൊമെയിൻ എഴുതുക, അതിന്റെ റേഞ്ച് എഴുതുക. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് കാണുന്ന ക്വസ്റ്റ്യൻ. വളരെ ഈസിയാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന്. ഇത് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. എന്താണ് റിലേഷൻ, അതിനെ ഏതെല്ലാം രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, കോഡൊമെയിൻ ഏതാണ്, റേഞ്ചും കോഡൊമെയിനും തമ്മിലുള്ള റിലേഷൻ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഇതുകൂടാതെ ഒരു കാര്യവും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു സെറ്റ് എയിൽ നിന്ന് ബിയിലേക്ക്, രണ്ട് സെറ്റുകൾ എയും ബിയും ഉണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. റിലേഷൻ എന്ന് പറഞ്ഞാൽ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും എ എന്ന സെറ്റിൽ നിന്നും ബി എന്ന സെറ്റിലേക്ക് എത്ര റിലേഷൻ ഡിഫൈൻ ചെയ്യാമെന്നത്. അതുകൂടെ നമ്മുടെ ടോപ്പിക്കിലുണ്ട്. അത് അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ നമ്പർ എത്രയാണെന്ന് ആലോചിക്കും.